രാവിലത്തെ നീച്ചപ്പോ കണിയുണ്ടോ ഈ പച്ചനാണ് ഇവിടെ കാണുന്നത്. നീശ ബടിയടിക്കും. ഇവിടെ നോക്കിയാ വലിയൊരു മല ഇതിന്റെ ഓപ്പോസിറ്റ്. നല്ല തണുപ്പുണ്ട് കാലാവസ്ഥ ഇവിടെ, നല്ല തണുപ്പാണ്. ഒരു പുഴ ഒഴിക്കണ ഒച്ച എങ്ങനെ കേൾക്കണമെങ്കിൽ അവിടെ ഒച്ച കേൾക്കുന്നുണ്ട്. അത് കാരണം ഇന്നലെ ഞങ്ങള് പാലൊക്കെ കടന്നു വന്നതാണ്. ഈ അസ്ലം സാറ് ഡ്യൂട്ടിക്ക് പോകണം, ഒരു കാര്യം പോകാനായിക്കണേ. അപ്പൊ ഞങ്ങൾ വെറുതെ ഇങ്ങനെ താഴേക്ക് പോയേക്കാം. ഇങ്ങനെ കണ്ടിട്ട് ചെറിയ വന്നിട്ടുന്നോ പൈസ നടക്കണതും ഇരിക്കണതും പോയേക്കാം. കുറച്ച് കയറാണ്ട് തന്നെ ഞങ്ങൾ കണ്ടില്ലേ, കുറച്ചിങ്ങനെ കയറി വരാണ്ട് മൂപ്പര് പേരേക്ക് വണ്ടി വരില്ല. കുട്ടികളുണ്ട് റോട്ടിയോട് പറ്റി പിടിച്ചോണ്ടാണ്, ചൂടാണ് എനിക്ക് കമ്പിളി പോകണോണ്ടാണ് അവര്. എന്താ പറഞ്ഞ് തിന്നാളാണോ ആയിട്ട് റോഡൊക്കെ തൊട്ടില്ലോ കുട്ടിനെ നെട്ടിച്ചിട്ടുണ്ടാവും. സ്റ്റാറാട്ടി വണ്ടി സൂമോ ടവേരൊക്കെ വമ്പം വണ്ടി ഇതാ പൂട്ടിച്ചിട്ടുള്ളൂ. സംസാറ് പോവാണ് പറഞ്ഞു. സിന്തൻ ടോപ്പ് കടവാണ്. മുമ്പ് ഒരു പണിക്ക് പോയിണ്. അപ്പോൾ വരുമ്പോഴത്തേന് നമ്മൾ നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് സിന്തൻ ടോപ്പ് ഇറങ്ങി നോക്കുക. അവിടെ നിന്ന് നമുക്ക് മണാലിക്കുള്ള വഴിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏകദേശം നോക്കി വരാമെന്ന് ഉദ്ദേശിച്ചാണ് ഇന്ന് ഇറങ്ങിക്കണേ. അവിടെ നിന്ന് പെട്ടി ഇറക്കാൻ കുറച്ച് റിസ്ക്കാണ്, കുറച്ചധികം നടക്കാണ്ട്. അപ്പോൾ ഒരു പെട്ടി ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ഞാൻ അവിടെ വലിയ കുഴപ്പമില്ല. മറ്റേത് 3 കൂടി ആണെങ്കിൽ ആകെ പണി. ഇതാണ് വൈലു പറഞ്ഞ ടൗൺ കേട്ടോ. അത്യാവശ്യം വലിയ ടൗണാണ്, നല്ല തിരക്കാണ്, ടാക്സികളൊക്കെ ഓടുന്ന ടൗണാണ്. ഇവിടുത്തെ വണ്ടികളാണ് നിങ്ങൾ ടവേരയും ടാറ്റാ സുമോണ് മെയിൻ ഇവിടുത്തെ. ഞങ്ങൾ സിന്തൻ ടോപ്പിക്ക് പോകണ വൈക്കല് അസ്ലം സാർ ടീമോടെ ഡ്യൂട്ടിക്ക് വെക്കുന്നുണ്ടോ. അപ്പൊ ഞങ്ങൾ മൂപ്പരെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സംഭവം രസം. ഫോട്ടോ അവിടെ പോലീസുകാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. പലപ്പോൾ JK പോലീസുള്ളതാണ്. ഇവര് PDPന്റെ കൂടെ കാണാൻ പറ്റുന്ന വോട്ടല്ലേ, വോട്ടിന്റെ ഡ്യൂട്ടിയിലാണ് മൂപ്പര്. സംഭവം നൈസ്. AK-47 നിങ്ങളെ ഇത്ര അടുത്തുനിന്ന് AK-47 ഇപ്പൊ കണ്ടാ കണ്ടാ ഇവിടെ ഫുള്ള് വില്ലേജിലൊക്കെ AK-47 ആണ് തൂക്ക്. കുടിച്ചോക്കാൻ പൂതിയുണ്ട്, പക്ഷെ ഇവിടുന്ന് ആൾക്കാരോട് ചോദിച്ചാൽ വെച്ചാ. നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ ക്യാമ്പയിൻ പോലെ ആ ഏരിയ തന്നെയാണ്. അന്ന് നമ്മൾ ചായ അടിക്കാൻ ഇറങ്ങിയില്ല ഒരു കടയ്ക്ക്, ആ കട നമ്മളെ പിന്നിലുള്ളത്. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, കാരണം മോള് പോയാൽ നല്ല റേറ്റ് കാരണം ബ്രെഡ് ഓംലേറ്റ് പറയണമെന്ന് പറഞ്ഞു. സിന്തൻ ടോപ്പിലെ ഈ കാഴ്ച കാണുന്നത് ഞങ്ങൾ വന്നപ്പോൾ ഒരു തുള്ളി വിസിബിലിറ്റിയിലുണ്ട്. ഇവിടെ ഫുള്ള് കോടറങ്ങി നിൽക്കുകയാണ്. ഇപ്പം ഇങ്ങനെ കണ്ടെങ്കിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന അവിടുന്ന് ഇപ്പം അങ്ങോട്ട് കണ്ട വ്യക്തമായിട്ട് കാണാം. 2 ഭാഗത്തേക്കും ഇങ്ങനെ കോട മൂടി ആൾക്കാർ നടന്നു പോകണമെങ്കിൽ ഇവിടെ അതാണ് കേട്ടോ. കാലാവസ്ഥ മാറി മാറിയാണ്. ഇപ്പൊ അവിടെ നല്ല വിസിബിലിറ്റി ഉണ്ട്. പെട്ടെന്ന് ഇതാ ബാഗ് കൊത്തുക്കാണല്ലോ. അവിടെ ഒരു അടിപൊളി ടൗൺ ഉണ്ട്. ഇപ്പൊ കാണാൻ പറ്റില്ല. വണ്ടി അവിടെ സൈഡാക്കി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയാട്ടോ ഇവിടെ സിന്തൻ ടോപ്പിന്റെ മുകളിൽ. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ വറകൊക്കെ കൂട്ടി കത്തിച്ച്, കാരണം തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. കൈയൊക്കെ നല്ല തണുപ്പാണ്. നേരത്തെ നമ്മൾ ഇവിടെ പോയപ്പോൾ ഫുള്ള് കോടേന്, അതൊക്കെ മാറിയാണ്. ഇപ്പം നല്ല വെയിൽ വന്നിട്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ വറക് കത്തിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് നിന്നാൽ ഒന്ന് ചൂട് ഇങ്ങനെ പിടിക്കും. ഇവിടെ ഇങ്ങനെ തീയും കാഞ്ഞിരിക്കാൻ ഭയങ്കര രസാട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കോഫിയും കിട്ടി, നല്ല വൈബ്. ആ തണുപ്പത്തുനിന്ന് വന്നാണ്ട് ഇതിലിങ്ങനെ ചൂട് കഴിയുമ്പോൾ വെയിൽ നല്ലോണം ഉണ്ടെങ്കിലും നല്ല തണുപ്പാണ് കാലാവസ്ഥ. ഇവിടെ ഇങ്ങനെ നല്ല മരം കത്തിച്ച് ചായയും വിറ്റ് ജീവിച്ചെന്ന് കുറേ ആൾക്കാരുണ്ട്. ചായക്ക് എത്ര 50 രൂപയാണ് റേറ്റ് ഉണ്ട് കേട്ടോ. ചായത്തിന് ഉയരം കൂടുന്നതോറും ചായൻ്റെ ടേസ്റ്റ് കൂടുമ്പോൾ ചായൻ്റെ പൈസയും കൂടുന്നുണ്ട്. സിന്തൻ ടോപ്പിൽ നിന്ന് ഓരോരോ സ്ഥലത്തേക്കുള്ള കിലോമീറ്റർ അവിടെ വെച്ചിട്ടുണ്ടോ. എങ്ങനെ ഇരുന്നപ്പോൾ ബുള്ളറ്റും ഒരാളുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിച്ചാണ് മൂപ്പർക്ക് വണ്ടി റൗണ്ടാണ് പറഞ്ഞത്. വണ്ടി തോക്കാട്ടൂപ്പര് അതൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കാണാത്ത ഒന്നാണ്. ഇപ്പോൾ മൂപ്പര് ജസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടുള്ളൂ. മൂപ്പര് പറഞ്ഞു ഇവിടുന്ന് ഒരു 90 കിലോമീറ്ററിൻ്റെ വീട്ടിലേക്ക് ഉണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി 2 ദിവസം അവിടെ നിന്നിട്ട് പോവാന്നുള്ളൊരു മൈൻഡ്. അങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലാരും പറയല്ലേ. അതിഥി സൽക്കാരത്തിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല.
മൂപ്പരാക്കണ വണ്ടി എടുത്ത് പോയിട്ടൊക്കെ ഉണ്ടോ. അപ്പോൾ പോയി റൗണ്ട് അടിച്ചട്ടെ. ഗായ്സ് ഈ സ്ഥലം അറിയെങ്കിൽ ഇത് നമ്മൾ 2 പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഇവിടെ ടെൻ്റ് അടിക്കാൻ വന്നാണ് വൈകുന്നേരം വന്നിരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇതുള്ളത്. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് നിർത്തിയതാണ് ഇവിടെ ഒന്ന്. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല, ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തി. കുറേ ദൂരം ഇറങ്ങി നമ്മൾ കേട്ടോ. 2 കുട്ടികൾ വന്നിട്ടോ അവിടെ വണ്ടി എടുത്തേണ്ടപ്പോൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ കുട്ടികളാണ്. അതിശയത്തിലേക്ക് നോക്കുന്നത്. ഈ റോഡ് കൂടെ കുറേ വട്ടം നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊക്കെ ശ്രദ്ധിച്ചു ഇവിടെ ഒരു മില്ലുമാതിരി സംഭവം. വെള്ളം ഇങ്ങനെ ഇതിനുള്ളിൽ കൂടെ കയറി അപ്പുറത്ത് കൂടെ പോകും. അപ്പൊ എന്താ ചോദിച്ചാൽ വേണ്ടിട്ട് ഇറങ്ങി നമുക്കൊന്നും ഉള്ളത് പോയേക്കാം. ഞങ്ങള് അവിടുന്ന് ഒലിച്ചു തന്നെ വെള്ളമാണ്. ഇതിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്ന് ഫിഷ് ടാങ്കാ പൈസ ഫിഷാ? ആ ഫിഷ് ഫാം ആട്ടോ. ഒരു 1 kg 500. 1 kg 500 मतलब सिंपल. वो जब फ्राई करेंगे तो 700. हाँ फ्राई. ലൈവ് ആയിട്ട് പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് തരും കേട്ടോ. മീനുകളെ ഇതിലുണ്ട് കേട്ടോ. ത്രോട്ട് ഫിഷ് കുറച്ച് ഇതിലുണ്ട് കേട്ടോ. അതങ്ങനെ കാണാം. 1 കിലോന് മീനാണെങ്കിലും 3 ഫ്രഷ് സാധനം. ഇനി അത് പൊരിച്ചിറങ്ങി 700 റുപ്യ. 700 റുപ്യക്ക് വരെ തന്നെ പൊരിച്ച് സെറ്റാക്കി തരും. നമ്മൾ ഓലെ പരിപാടി എന്താ വെച്ചാൽ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഇറക്കുതിക്ക് ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകും. അപ്പോൾ വെള്ളം മാറ്റാതെ തന്നെ അങ്ങനെ നല്ല വെള്ളത്തിൽ നിൽക്കുക. അതാണ് അതിനൊരു ഉദ്ദേശം വരെ. താങ്ക് യു. എവിടെ പോയാലും കിട്ടുന്ന സാധനമാട്ടത് ഇതാട്ടോ. മീനാണ്ടങ്ങൾ ഇപ്പോൾ പിടിച്ച സാധനം അല്ലേ ഫ്രഷ്. ഒഴിക്കത്തിനകത്ത് ഞാൻ ചെക്ക് ചെയ്ത് തൂക്കണുണ്ടോ കൊളുത്ത് നോക്കിയാ. ഓ മൈ ഗോഡ് 350 ഗ്രാം ഇട്ടത്. അപ്പൊ നമ്മളാ മീനാണ് എടുത്തിട്ടോ. 300 ഗ്രാമുള്ള മീനെടുത്ത് സെറ്റാക്കണം. ഒരു പൊരിച്ചണ തരും. അടുപ്പ് കത്തിച്ച് 4 തുമ്പത്തെ എണ്ണയാണ്. വളരെ തുമ്പത്ത് മസാല കൂട്ടിലെടുക്കോ. ആദ്യം നമുക്കുള്ള മീൻ പൊരിയണത്. റോട്ട് ഫിഷും വാങ്ങി ഞങ്ങള് പുഴക്കരയിൽ ഇരുന്നുണ്ടാവോ ഫുഡ് കഴിക്കണേ. ഓരോരോ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടേ. സംഭവം തോൾ ഫിഷാണ്. ഫിഷ് അതേമാതിരി തിന്ന മാതിരി ഉണ്ട്. പൊന്തിച്ചാണ്ട് ഉപ്പ് പിടിച്ചാനൊക്കെ ഉണ്ട് സംഭവം. റോട്ട് ഫിഷ് കഴിച്ചിട്ടോ നല്ല വൈബ് അന്തരീക്ഷം. പക്ഷേ ഫിഷ് 5 പൈസക്ക് ഇല്ല. ഇനി അതിലുള്ള ഉപ്പും മുളകൊന്നും പിടിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു പാലം കുറേ ദിവസമായി നോട്ടുണ്ട്. അവിടെ ഇവിടെ തന്നെ വെറുതെ ഇരിക്കുക. പുഴയും കാണാനുള്ള മൈൻഡിൽ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. സമയം ഇരുട്ടായത്. അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈക്ക് നടന്നുള്ളൂ. ഒരുപാട് സമയം ഇവിടെ ഇരുന്നിട്ടോ. പാലം നോക്കി ഇങ്ങനെ വെള്ളം നോക്കിയാണ്ട് കുറേ സമയമായി. സമയം പറയുകയാണെങ്കിൽ 6 മണിക്ക് ആയിരുന്നു. സൂര്യനൊക്കെ അസ്തമിച്ചന്ന് പോയിരുന്നു. പൈസ അവിടെ വീഡിയോ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കണം. ഓ അവിടെ കണ്ടെങ്കിൽ മേഘം ഇങ്ങനെ തെളിഞ്ഞിരിക്കണം. എന്താ വെച്ചാൽ സൂര്യന് ആ മലൻ്റെ അപ്പുറത്തുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യണത്. ഇവിടെയൊക്കെ ഫുള്ള് മൂടി കഴിഞ്ഞു കേട്ടോ. എന്ന് തന്നെ പണി പെട്ടി കൊണ്ടുപോകാൻ കൊണ്ടുവരാം. ഞങ്ങളങ്ങനെ തിരിച്ചെത്തി ഗായ്സ്. ഒരുപാട് നടക്കാണ്ട്. ഇതൊരു എക്സസൈസാണ്. നല്ലൊരു എക്സസൈസാണ്.